ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മേക്കപ്പ് ബ്രഷസിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഏതൊക്കെ ടൈപ്പ് ബ്രഷസ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ ഫേവറേറ്റ് ബ്രഷസ് ഏതാണെന്ന്, അത് മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് പറ്റി നോക്കാൻ പോവാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാം. ഇത് ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്സും സൈസിലും വരും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഫൗണ്ടേഷനും കൺസീലർ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം ആൻഡ് ഒരു എയർ ബ്രഷ്ഡ് ലുക്ക് കിട്ടും. ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് വെള്ളത്തിൽ നനച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡെയിലി ക്ലീൻ ചെയ്യണം, അതാണ് റെക്കമെൻഡേഷൻ. അടുത്തത് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു മീഡിയം ടു ഫുൾ കവറേജ് കിട്ടും. രണ്ട് ടൈപ്പ് ബ്രഷസ് കിട്ടും, സിന്തറ്റിക് ബ്രിസിൽസ് ഉള്ളതും നാച്ചുറൽ ഹെയർ. നാച്ചുറൽ ഹെയർ എന്ന് പറഞ്ഞാൽ ഇത് ആനിമൽ ഫെയർന്ന് എടുക്കുന്ന ഹെയറാണ്. നമ്മൾ ലിക്വിഡ് പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പം എപ്പോഴും സിന്തറ്റിക് ബ്രിസിൽ ഉള്ള ബ്രഷ് ഉപയോഗിക്കുന്നതാണ് റെക്കമെൻഡഡ്. അതുപോലെ പൗഡേർഡ് പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പം നമ്മൾ നാച്ചുറൽ ഹെയർ ഉള്ള ബ്രഷസ് ഉപയോഗിക്കാം. അടുത്ത ബ്രഷിൻ്റെ പേരാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ്. ഈ ബ്രഷ് ഉപയോഗിക്കുമ്പം ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ നേരം എടുക്കും, പക്ഷേ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ ഒരു മീഡിയം കവറേജ് കിട്ടും. സ്റ്റിപ്ലിംഗ് ബ്രഷ് യൂസ് ചെയ്യുമ്പം സർക്കുലർ മോഷനിൽ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യണം, അപ്പം നമുക്ക് നല്ല ആപ്ലിക്കേഷൻ കിട്ടും. അടുത്ത ബ്രഷിൻ്റെ പേരാണ് കബൂക്കി ബ്രഷ്. ഇത് ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പോലത്തെ ഫിനിഷ് കിട്ടും, മീഡിയം ടു ഫുൾ കവറേജ് ആണ്. ഫ്ലാറ്റ് കബൂക്കി ബ്രഷും കിട്ടും, ആംഗിൾഡ് കബൂക്കി ബ്രഷും കിട്ടും. എനിക്ക് ആംഗിൾഡ് കബൂക്കി ബ്രഷാണ് കൂടുതൽ ഇഷ്ടം, ബിക്കോസ് അത് വെച്ച് നമുക്ക് കണ്ണിൻ്റെ അടിയിലും ഫേസ് മൊത്തം ചെയ്യാം. പക്ഷേ ഫ്ലാറ്റ് ആണെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അടുത്ത ബ്രഷിൻ്റെ പേരാണ് പൗഡർ ബ്രഷ്. ഇത് ഉപയോഗിക്കുന്നത് ലൂസ് പൗഡർ അതല്ലെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനാണ്. പൗഡർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിൻ്റെ ഓയിലിനെസ് മാറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുള്ളവർ പൗഡർ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അതല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആവും. ബ്ലഷ് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കോണ്ടൂർ ബ്രഷും ഉപയോഗിക്കാം. അടുത്തത് ഹൈലൈറ്റ്. ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഫാൻ ഷേപ്പ് ബ്രഷ് ഉപയോഗിക്കും. ഹൈലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചീക്ക് ബോണിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റിലും മൂക്കിൻ്റെ സെൻറ്ററിലും. ആംഗൂഡ് ഐബ്രോ ബ്രഷസ് ഉപയോഗിക്കുന്നത് ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടി പൗഡർ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ കൺസീലർ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. ആംഗൂഡ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ജെൽ ലൈനറും അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് സൈസ് ബ്ലെൻഡിങ് ബ്രഷസ് ഉണ്ട്. ചില മേക്കപ്പ് ലുക്സ് ഒരു കളർ ഐ ഷാഡോ മാത്രം ഉപയോഗിച്ച് അച്ചീവ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാർജ് ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ച് ആ ഒരു ഐ ഷാഡോ കളർ ഐലിഡിൽ മൊത്തം അപ്ലൈ ചെയ്യാം. ഈ ടൈപ്പ് ബ്രഷ് നമ്മൾ ഐ ഷാഡോ ഐലിഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഷിമർ ഐ ഷാഡോ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രഷ് നനച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഐ ഷാഡോ കളറ് കൂടുതൽ എടുത്ത് കാണും. മേക്കപ്പ് ബ്രഷസ് ക്ലീൻ ചെയ്യാൻ ഇതാണ് ഒരു ടെക്നിക്ക്. ആദ്യമേ നമ്മൾ കുറച്ച് സോപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യും. ബ്രഷ് എടുത്തിട്ട് അറ്റാച്ച്മെൻറ്റിലോട്ട് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് വെള്ളത്തിലോട്ട് ഇടും എന്നിട്ട് ഓണാക്കും. അപ്പം ബ്രഷ് വൈബ്രേറ്റ് ചെയ്യും വെള്ളത്തിൽ. ഒരു 20 സെക്കൻഡ്സ് വെള്ളത്തിൽ നമ്മൾ ആ ബ്രഷ് വെക്കും. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ നിന്ന് പൊക്കാം. സോപ്പ് വെള്ളം മാറ്റിയിട്ട് നമ്മൾ പ്ലെയിൻ വെള്ളത്തിൽ ഒന്നുകൂടെ 20 സെക്കൻഡ്സ് ബ്രഷ് പിടിക്കും. അപ്പോൾ എന്തെങ്കിലും സോപ്പ് ഉണ്ടെങ്കിൽ ബ്രഷിൽ നിന്ന് പോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് ബ്രഷ് പൊക്കിയിട്ട് വൈബ്രേഷൻ ഓൺ ആക്കി ഇടുമ്പം ബ്രഷ് ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആവും. അത് ഒരു 10 സെക്കൻഡ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പം ബ്രഷ് ഡ്രൈ ആയിരിക്കും. ബ്രഷിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇല്ലെങ്കിൽ ഈ മെത്തഡ് ഉപയോഗിച്ച് ബ്രഷ് ക്ലീൻ ചെയ്യാം. ഓരോ യൂസ് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് കഴുകുകയാണെങ്കിൽ ഈ ടെക്നിക്ക് നല്ലതാണ്. അതല്ലെങ്കിൽ ഒരു സോപ്പ് ബാർ യൂസ് ചെയ്ത്
മാനുവലായിട്ട് നമ്മൾ കഴുകുന്നതായിരിക്കും ബെറ്റർ. Thank you for watching. I hope this video was useful. Till the next video, bye.